കൂട്ടുകാരെ, 9ാം ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പത്രവാർത്ത റബട്ട് ആണ് പരിചയപ്പെടുന്നത്. ചട്പട് നട്കഡിൻ്റെ ജീവൻ രക്ഷിച്ചു. അടുത്ത ദിവസം അഗലേ ദിൻ അടുത്ത ദിവസം ഏക് സമാചാർ പത്രവുമേയും ഏക് ഖബറായ ഈ വാർത്ത സമാചാർ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വഹ് റബട്ട് കൈസെ തയ്യാർ കരെ, ആ റബട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ റബട്ട് എഴുതുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെഡിങ് നമ്മൾ പറഞ്ഞു ജാൻ ബജായി. ഇതുപോലെ കൂട്ടുകാർക്കും പുതിയ പുതിയ ഹെഡിങ്ങുകൾ എഴുതി വെക്കാം. പിന്നെ വാർത്ത പറയുമ്പോൾ സ്ഥലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പത്രവാർത്ത സ്ഥലം ഇല്ല, അതുകൊണ്ട് സ്ഥാൻ എന്ന് മാത്രം എഴുതിയാൽ മതി. നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ബഡാ ഭായി ചട്പടിനെ അപ്പനെ धीरता से छोटे भाई नटखट की जान बचाई. बड़ा भाई ചട്പട് എന്ത് ചെയ്ത് അപ്പം ഈ ധീരതയോടുകൂടിയിട്ട് ചോട്ടെ ഭായിയുടെ ജീവൻ എന്ത് ചെയ്ത് രക്ഷിച്ചു. വേ ദോനും ഭായി സ്കൂൾ സെ ലൗട്ട് രഹേ തെ. അവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. ചോട്ടാ ഭായി നദി കാ പുൽ ചടിനെ കെ ബജായി എന്ന് വെച്ചാൽ ഇൻസ്റ്റഡ് പകരമായി എന്നർത്ഥം. ചോട്ടാ ഭായി നദി പുൽ ചടിനേക്ക് കയറുന്നതിനു പകരം നദീ കിനാരയായ നദീ തീരത്തേക്ക് എത്തി. വഹു പഹലേസി ബെനായി കാഗസ് കി നാവ്, ആ നേരത്തെ നിർമ്മിച്ചു വച്ചിരുന്ന കടലാസ് വെള്ളം ബഹുത്തെ പാനിമേൻ ചോടുക്കർ കേലാത്ത, ആ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് ഒഴുക്കി കളിച്ചുകൊണ്ടിരുന്നു. ഫിർ വാപ്പസ് ജാനേക്കോ, മടങ്ങിപ്പോകാനായിട്ട് ബസ്ത ഉഡാനേക്കേലിയെ ചുക്കാത്തോ, ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ പാവ് ഫിസൽക്കർ, കാല് വഴുതി ബഹുത്തെ പാനീമേം ഗിർപ്പട, ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വീണു. നദിക ബഹാവു തേസ്ത, നദിയുടെ ഒഴുക്ക് ശക്തമായിരുന്നു. ഉസേ തൈർന നഹ്യാത്ത, അവനെ നീന്താൻ അറിയില്ലായിരുന്നു. ജൽദി, പെട്ടെന്ന്. ഉസ്കെ ബഡേ ഭായി, ആ മൂത്ത സഹോദരൻ ചട്പട് പുൽക്കി മുണ്ടേർ സേ, പുൽക്കി മുണ്ടേർ എന്ന് വെച്ചാൽ പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് നദീമേം ഖൂദ്പട, നദിയിലേക്ക് ചാടി. നട്കഡ് കോയ് ജാൻ തോ ബജായ, അങ്ങനെ നട്കഡിൻ്റെ ജീവൻ രക്ഷിച്ചു. ഉസ്കി ധീരതാപ്പർ, അവൻ്റെ ധൈര്യത്തിൽ. ഗാവിക്ക് ലോഗ് ഉസെ പ്രശംസാക്കി, ഗ്രാമത്തിലെ ആളുകൾ അവനെ പ്രശംസിച്ചു.